Hello students, last video we chance ne kurichu paranjirunnu. Ee video il namakku adinte oru problem cheyidu nokkam. Ee problemthil parayanathu there are two boxes. Alle nammal just imagine idu picturize idu nokki kayna nammal eppozhum oru problem kitti kayinal adine just imagine cheyidittu adu ingane ee box varakkanam ennilla just njan ningalku മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. ഇപ്പോൾ രണ്ട് ബോക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് there are two boxes. In first box there contains 3 red balls. ഫസ്റ്റ് ബോക്സിൽ 3 റെഡ് ബോൾസും പിന്നെ എന്തുണ്ട് 7 ഗ്രീൻ ബോൾസും. ഇങ്ങനെയാണ് പറയുന്നത്. ഫസ്റ്റ് ബോക്സ് ഇത് നമ്മുടെ ഫസ്റ്റ് ബോക്സ് ആണെന്ന് വിചാരിക്കാം. This is first box and this is second box. ഫസ്റ്റ് ബോക്സിൽ 3 red balls 7 green balls. Next box 8 red balls 7 green balls ഉണ്ട്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് നമ്മൾ 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത എന്താണെന്ന്. അപ്പോൾ സാധ്യത കാണണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ബോക്സിൽ എത്ര മുത്തുണ്ട് നോക്കണം. എത്ര ബോൾസ് ഉണ്ട്? 10. ടോട്ടൽ 10 ബോൾസ്. ഇതിൽ 15 ബോൾസ്. ഓക്കെ, അപ്പോൾ ഇതിൽ 10 എണ്ണം ഉണ്ട്, ഇതിൽ 15 എണ്ണം ഉണ്ട് ടോട്ടൽ. ഇവിടെ പറയുന്നത് our first question says what is the probability of taking a red ball from the first box? ആദ്യത്തെ ബോക്സിൽ നിന്ന് റെഡ് മാത്രം കിട്ടാനുള്ള സാധ്യത എത്രയാണ് നമുക്ക് കാണാണ്ട് അല്ലേ? എത്ര റെഡ് ബോൾസ് ഉണ്ട്? 3 റെഡ് ബോൾസ് ഉണ്ട്. അപ്പോൾ മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ എങ്ങനെയാണ് എഴുതേണ്ടത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഏതിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻ? റെഡ് ബോൾ കിട്ടുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ്. സോ പി ഓഫ് ആർ. അപ്പോൾ റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? എത്ര റെഡ് ബോൾസ് ഉണ്ട്? 3 റെഡ് ബോൾസ് ആർ ദർ. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് ഔട്ട്കംസ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്നാണ്. അപ്പോൾ എത്രയാണ് പോസിബിൾ ഔട്ട്കംസ് ഉള്ളത്? 10. അത് നമ്മൾ എപ്പോഴും താഴെ എഴുതും, ഡിനോമിനേറ്റർ ഛേദത്തിൽ എഴുതും. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 10 ബോൾസ് ഉണ്ട്. അതിൽ നിന്ന് റെഡ് മാത്രം കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 3. ആകെ 3 റെഡ് ബോൾസേ ഉള്ളൂ. സോ 3 ഡിവൈഡഡ് ബൈ 10. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ ബോൾസ് ഫ്രം ദ ഫസ്റ്റ് ബാഗ്? ഗ്രീൻ ബോൾ മാത്രം കിട്ടാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ ഗ്രീൻ ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? പി ഓഫ് ഇതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ ചെയ്യും. എത്രയാണ് ഗ്രീന്? ടോട്ടൽ 7. ഔട്ട് ഓഫ് എത്രയാണ്? ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? 10. ഓക്കെ, ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ സെക്കൻഡ് ഇതിന് ചോദിക്കുകയാണെങ്കിൽ, സെക്കൻഡ് ഇതിന്ന് കിട്ടണമെന്ന് ചോദിക്കുകയാണെങ്കിൽ സെക്കൻഡ് ബോക്സിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ സെയിം തിങ്. നമുക്ക് റെഡ് എത്രയുണ്ട്? 8 ഉണ്ട്. ടോട്ടൽ എത്ര നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്? 15 നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്. അപ്പോൾ 8/15 എന്ന് കിട്ടും. സെയിം വേ ഇവിടെ ഗ്രീൻ കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പി ഓഫ് ഗ്രീൻ ഈക്വൽ ടു 7. എത്ര ഗ്രീൻ ബോൾസ് ഉണ്ട്? 7 ഗ്രീൻ ബോൾസ് ഉണ്ട്. ടോട്ടൽ എത്ര ബോൾസ് ആണ്? 15. സോ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അവിടെ 15 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റും സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിനെ 3 പാർട്ടായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് പാർട്ടിൽ പറയുന്നത് ഈ മുത്ത് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഒന്നിച്ചിട്ടിട്ടു, ഒരു ബോക്സിലിട്ടു. ഇതിപ്പോൾ 2 ബോക്സ് ആയിട്ടാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ 2 ബോക്സിൻ്റെയും മുത്തുകൾ നമ്മൾ ഒന്നിച്ചിട്ടു. അപ്പോൾ ഒന്നിച്ചിടുമ്പോൾ ഇവിടെ 10 ബോൾസ് ഉണ്ട്, ഇവിടെ എത്ര ബോൾസ് ഉണ്ട്? 15 ബോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി എന്തായി? മിക്സായി. മിക്സ് ആയപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത എത്ര? ഇതെല്ലാം നമ്മൾ മിക്സ് ആക്കി. ഇപ്പം നമ്മൾ എത്രയും ഒരു ബോക്സ് ആക്കി മാറ്റി. അപ്പോൾ ഈ ബോക്സ് എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിടുമ്പോൾ ഇവിടെ 10 ബോളും 15 ബോളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ബോൾ കിട്ടും? 25 ബോൾസ്. There are total 25 balls. അല്ലേ? അപ്പോൾ ഈ 25 ബോൾ ഒന്നിച്ചിടുമ്പോൾ ഇതിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് ചോദ്യം. അപ്പോൾ ഇത് എത്ര റെഡ് ഉണ്ടായിരുന്നു? രണ്ടും കൂടി ഒന്നിച്ചിടുമ്പോൾ എത്ര റെഡ് ഉണ്ട്? ഇവിടെ 3 റെഡ്, ഇവിടെ 8 റെഡ്.
അപ്പോൾ 3 + 8 എത്ര റെഡ് ഉണ്ട് ഇവിടെ? 11 റെഡ്. ഇവിടെ ഗ്രീൻ 7 + 7 ഒന്നിച്ചിട്ടപ്പോൾ 14 ഗ്രീൻ ബോൾസ്. അപ്പോൾ ടോട്ടൽ എത്രയും 25 ബോൾസ്. ഇതിൽ നിന്ന് ഇവിടെ പറയുന്നത് റെഡ് ബോൾസ്, ഇതിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ റെഡ് ആകെ എത്രയുള്ളത്? 11. എത്ര ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് ആണ്? 25. സോ 11 ഡിവൈഡഡ് ബൈ 25 ഈസ് ദ ആൻസർ. ഓക്കെ, ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റിൻ്റെ കാര്യം. ഇപ്പോൾ ഒരു 4th ചോദ്യം കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ പറയാണ് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു റെഡെങ്കിലും കിട്ടാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം? അപ്പം അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം എന്ത് കിട്ടണം? ഒരു റെഡെങ്കിലും കിട്ടാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ ടോട്ടൽ ഇവിടെ എത്ര ബോൾസ് ഉണ്ട്? 10 ബോൾസ്. ഇവിടെ എത്ര ബോൾസ് ഉണ്ട്? 15 ബോൾസ്. അപ്പോൾ എത്ര വേസിൽ നമുക്ക് 2 ബോക്സ് ഒന്നും എടുക്കാം നോക്കാം. അപ്പോൾ 10 × 15 150 വേസിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ 10 ബോൾസ് ഉണ്ട്. ഇതിന്നൊന്ന് അങ്ങനെ നമുക്ക് പെയർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്ര പെയറിങ് കിട്ടും? 150 പെയറിങ് കിട്ടും. ഇവിടെ 10, ഇവിടെ 15, ദാറ്റ് ഈസ് 10 × 15 150 പോസിബിൾ പെയറിങ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എത്രയായി? 150. ടോട്ടൽ എത്രയാണ്? 150 ഉണ്ട്. നമ്മുടെ ഡെഫിനേഷൻ എന്താ പറയുന്നത്? നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ എന്താണ്? ആകെ സാധ്യത, ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. പോസിബിൾ ആയിട്ടുള്ള ടോട്ടൽ 150 രീതിയിൽ നമുക്ക് എടുക്കാം. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു റെഡെങ്കിലും വരാനുള്ള സാധ്യത എത്രയെന്ന ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ചിലപ്പോൾ റെഡ് എടുക്കാം, ഇതിന്ന് റെഡ് എടുക്കാം, ഇതിന്ന് റെഡ് ഇതിന്ന് ഗ്രീൻ എടുക്കാം. വേറെ ഏതൊക്കെ സാധ്യത? ഇതിന്ന് ഗ്രീൻ എടുക്കാം. അതേപോലെ തന്നെ ഇവിടുന്ന് ഗ്രീന്, ഇവിടുന്ന് റെഡ് എടുക്കാം. ഇങ്ങനെ നമുക്ക് 4 പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ എടുത്ത് ഇത്ര എണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് 150 രീതിയിൽ എന്ത് ചെയ്യാം? അതിനെ എടുക്കാം. ഇവിടെ പറയും അറ്റ്ലീസ്റ്റ് 1 റെഡെങ്കിലും വരണം. കൂടുതൽ റെഡാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു റെഡെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു റെഡ് ഉണ്ട്, അപ്പം നമുക്ക് ഇത് എടുക്കാം. ഇതിൽ റെഡ് ഇല്ല, അപ്പം അത് പോയി. ഇതിലൊരു റെഡ് ഉണ്ട്, അപ്പം അതെടുക്കാം. ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാത്ത ഏതാണ്? ഗ്രീനും അല്ലേ? ആ ഒരു ഔട്ട്കം നമുക്ക് വരില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എത്ര ഗ്രീൻ ഉണ്ട്? 7 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 7 ഗ്രീൻ ഉണ്ട്. അപ്പോൾ 7 × 7 49 എന്തുണ്ട്? ഗ്രീൻ പെയർസ് കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്മുടെ പെയർ എത്രയാണ്? 150 ആണ്. അതിൽ നിന്ന് 150ൽ നിന്ന് എത്ര പെയറിങ് നമുക്ക് എടുക്കാൻ പറ്റാത്തതുണ്ട്? ഗ്രീൻ ആൻഡ് ഗ്രീൻ. അപ്പോൾ 49 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാണ്? 101. ഓക്കെ, അപ്പോൾ 101 പോസിബിൾ വേസ് ആണ്. ഇങ്ങനെ ചിലപ്പോൾ ചോദ്യം ചോദിക്കാം. അതിലാകെ 3 ചോദ്യം തന്നെ ഉള്ളൂ. പക്ഷെ നമ്മുടെ 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ചിലപ്പോൾ ഇങ്ങനെയും വരും. ഇതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു റെഡെങ്കിലും കിട്ടാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം. ആകെ പോസിബിൾ വേസ് നോക്കുക. എത്ര വേസിൽ നമുക്ക് ടോട്ടൽ എടുക്കാം? 150 വേസിൽ എടുക്കാം. പിന്നെ അത് മാത്രമല്ല ഇതിൽ ഇത്രയും പോസിബിൾ വേസ് ഉണ്ട്. ഗ്രീനും പാടില്ല, അറ്റ്ലീസ്റ്റ് ഒരു റെഡേ പാടുള്ളൂ. അപ്പം നമുക്ക് ഇത് 3 എടുക്കാം. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 101 എന്ന് കിട്ടും.